ഞാനേ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോകളിൽ സിമിലർ കമന്റ്സ് കാണുന്നുണ്ട്. അപ്പം എനിക്കെന്തോ ഇത് പറയണമെന്ന് തോന്നി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് കേരളത്തിനകത്ത് കഴിഞ്ഞൊരു 10 വർഷക്കാലം സമാനതകളില്ലാത്ത മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോ ഏത് രംഗം എടുത്താലും, എല്ലാ രംഗത്തിനകത്തും ഇപ്പം വിദ്യാഭ്യാസ രംഗമായിക്കോട്ടെ, ആരോഗ്യ രംഗമായിക്കോട്ടെ, ജനക്ഷേമ പ്രവർത്തനങ്ങളായിക്കോട്ടെ, വികസന പ്രവർത്തനങ്ങളായിക്കോട്ടെ, സാംസ്കാരിക രംഗമായിക്കോട്ടെ, അങ്ങനെ ഏത് രംഗം എടുത്താലും നല്ല മുന്നേറ്റം നമ്മുടെ നാടിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. ഇനി കമന്റ് എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് ഇതൊക്കെ നടക്കുമായിരുന്നേനെ, പക്ഷെ അവർക്ക് അതിനുള്ള റിസോഴ്സസ് ഉണ്ടായിരുന്നില്ല. എനിക്കറിയത്തില്ല ഇവർ എന്താണ് ഈ റിസോഴ്സസ് കൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം അങ്ങനെ ടോട്ടലി നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു റിസോഴ്സസിന്റെ ലഭ്യത കുറവുള്ള ഒരു നാടല്ല നമ്മളത്. ഇനി അങ്ങനെയാണെന്ന് തന്നെ അങ്ങോട്ട് കൂട്ടിക്കും. ഇത് ആരത് ഉണ്ടാക്കിയെടുക്കണ്ടേ? ഈ റിസോഴ്സസ് ഇല്ലെങ്കിൽ ഇത് ആരുണ്ടാക്കിയെടുക്കണ്ടേ? ഈ ജനങ്ങളെ ജയിപ്പിച്ചു വിട്ട ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടിയിരുന്നത് അവരായിരുന്നു. അവർക്കത് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ റിസോഴ്സസിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷക്കാലം മറ്റേ ദുരിതക്കളം പോലെ മാറിയൊരു നാടായിരുന്നു കേരളം. അതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് അതിന്റെ ആദ്യത്തെ 5 വർഷക്കാലം. അങ്ങനെ ഒന്നും ഇല്ലാതിരുന്ന ഒരു സംസ്ഥാനത്തിനാണ് ഇങ്ങനെ പിടിച്ചു ഉയർത്താൻ ഈ ഗവൺമെന്റിന് സാധിച്ചത്, ഈ പറയുന്ന മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികൾ കടന്നു വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അടച്ചുപൂട്ടാൻ ഭയങ്കര എളുപ്പമാണ്. എന്നാൽ ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തി ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികളെ ഇതേ ഗവൺമെന്റ് സ്കൂളിലേക്ക്, ഏത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് അടച്ചുപൂട്ടാനിരുന്ന ഇതേ ഗവൺമെന്റ് സ്കൂളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നിടത്താണ് വർക്കുള്ളത്. സ്വന്തം പാർട്ടിക്കകത്ത് 100,000 ഗ്രൂപ്പുകളുടെ തമ്മിത്തല്ല് തീർക്കാൻ പോകുമ്പോഴും അവിടെ ജാതി, അവിടെ മതം, അവിടെ ബീഫ് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഈ പറയുന്ന ആ കൂട്ടർക്ക് ഇതൊന്നും എടുക്കാൻ ടൈം കിട്ടിയെന്ന് വരില്ല, ഇതിക്ക് വർക്ക് എടുക്കാൻ ടൈം കിട്ടിയെന്ന് വരില്ല. അവിടെയാണ് LDFന്റെ വിജയം. ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടവരാണ് തങ്ങള്, ആ ജനങ്ങളോട് നമ്മൾ പ്രതിജ്ഞാബദ്ധരാണെന്നുള്ള ബോധ്യം അവർക്കുള്ളതുകൊണ്ട് പണിയെടുത്തു, മാറ്റണ്ട. ഇപ്പൊ എല്ലാം കറക്റ്റായിട്ട് നടന്നു, പെർഫെക്റ്റ് ഓക്കെയാണ്, ഇനി ഒന്നും മാറാനില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയും പ്രോഗ്രസ് ആകേണ്ട ഇടങ്ങളുണ്ട്, മേഖലകളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അറ്റ് പ്രസന്റ് ഇതുവരെ വന്നിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് തുടർച്ചയായിട്ട് 10 കൊല്ലം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിച്ചുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വികസനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, മറിച്ച് എന്താ പറയാ, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ, ഈ പറയുന്ന പോലെ നമുക്ക് നമ്മളായി തന്നെ ജീവിക്കാൻ പറ്റുന്ന ഒരു തുരുത്തായിട്ട് കേരളം നിലനിന്നിട്ടുണ്ടെങ്കിൽ, ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ, അങ്ങനെ ഒരു സാഹചര്യത്തിനകത്ത് കേരളത്തിന് നിലനിൽക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് തന്നെയാണ് അതിന്റെയും കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. അപ്പൊ അത് തന്നെ നോക്കിയും കണ്ടും ഒക്കെ വോട്ട് ചെയ്യുക. നമ്മുടെയൊക്കെ വോട്ടിന് ഭയങ്കര വാല്യൂ ഉണ്ട്. ഇപ്പൊ കണ്ടില്ലേ, എനിക്ക് ജോലിയുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, ഞാൻ ജീവിച്ചോളും എന്ന് പറയുന്നിടത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണേന്നുള്ളത്. അതുകൊണ്ട് നോക്കിയും കണ്ടും ഒക്കെ വോട്ട് ചെയ്യുക. നമ്മളെ കൂടെ ആരാണോ ഉണ്ടായിരുന്നത്, നമ്മുടെ നാടിനെ ആരാണോ ഒപ്പമല്ല മുന്നിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് നയിച്ചത്, അവർക്ക് കൊടുക്കുക വോട്ട്.